ചന്തയിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കൊഞ്ച് കാണുമ്പോഴത്തേക്ക് ഞാനൊന്ന് ബ്രേക്ക് ഇടുന്നത്. എന്നിട്ട് ഏട്ടനോട് ചോദിക്കുക, ഏട്ടാ കൊഞ്ച് വാങ്ങിക്കട്ടെ എന്ന്. അപ്പോൾ ഏട്ടൻ പറയും, നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ, എനിക്ക് വേണ്ടാന്ന്. വേണ്ടാന്നും പറഞ്ഞ് ഡയലോഗ് അടിക്കുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്യുക, റോസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് മുക്കാ ഭാഗം അടിച്ചു മാറ്റി തിന്നുകയും ചെയ്യും. അതാണ് എൻ്റെ കെട്ടിയൻ. എന്തായാലും ഇന്നും കുറച്ച് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതും പരുന്തുംകാലേ പോകുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇന്ന് ഡിമാൻഡ് ഇച്ചിരി കൂടുതലായിരുന്നു. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കൊഞ്ച് പുള്ളിക്കാരന് മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട് കറി വെച്ച് കൊടുക്കണം പോലും. ആയിക്കോട്ടെ, നമുക്കറിയാലോ എന്താ വേണ്ടതെന്ന്. ആദ്യം തന്നെ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ചെറിയുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഇഞ്ചി, പച്ചമുളക്, മാങ്ങ, മുരിങ്ങയ്ക്ക ഇതിത്രയും അരിഞ്ഞ് അതിലോട്ട് അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ലേശം ഉലുവാപ്പൊടി, ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കണം. കറി തിളയ്ക്കുമ്പോഴത്തേക്ക് പേരിന് വേണ്ടി മാത്രം ഏട്ടനെ പറ്റിക്കാനായിട്ട് ഒരു 5-6 കൊഞ്ചും കൂടി ഇട്ട് വേവിച്ചെടുത്ത് അവസാനം താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി. ബാക്കിയിരുന്ന കൊഞ്ച് എനിക്ക് വേണ്ടി ഫ്രൈയും ചെയ്ത് കുറച്ച് ചീര തോരനും അങ്ങ് ഉണ്ടാക്കി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കറിക്കകത്ത് മുങ്ങിത്തപ്പെട്ടും പുള്ളിക്കാരന് കൊഞ്ചൊന്നും കിട്ടാത്ത കാരണം അവസാനം എന്റെ കൊഞ്ചും കൂടെ റഞ്ചി കൊണ്ടുപോയി. അപ്പോൾ ഓക്കെ, ബൈ.